ഭക്തിസാന്ദ്രത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 205 മുതൽ 218 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് ഇന്നു ഞാൻ പറയാൻ പോകുന്നത്. 205-ാമത്തെ നാമം സർവയന്ത്രാത്മിക. മന്ത്രമെന്നാൽ നമ്മൾ ചൊല്ലുന്നതാണ് എങ്കിൽ ദേവതകളെ ചിത്രരൂപത്തിലും ചക്രരൂപത്തിലും ഒക്കെ ആവിഷ്കരിക്കുന്നതാണ് യന്ത്രം. ഏതു ദേവതയെ സങ്കല്പിക്കുമ്പോഴും അതിൻ്റെ അവലംബം ദേവിയാണ്. അതുകൊണ്ടാണ് സർവ യന്ത്രങ്ങളുടെയും ജീവനായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ യന്ത്രസ്വരൂപിണിയായിട്ടുള്ള ദേവി എന്നർത്ഥം. അടുത്തത് 206-ാമത്തെ നാമം സർവതന്ത്രരൂപ. എല്ലാ തന്ത്രങ്ങളുടെയും ജീവബിന്ദുവായിട്ടുള്ളവൾ. തന്ത്രമെന്നാൽ പൂജാതി കാര്യങ്ങൾ അല്ലെങ്കിൽ താന്ത്രിക വിധി. എല്ലാ തന്ത്രമാർഗങ്ങളുടെയും പ്രാപ്യസ്ഥാനമാണ് ദേവി. അതുകൊണ്ടാണ് ദേവി സർവതന്ത്രരൂപയാണെന്ന് പറയുന്നത്. ഇനി 207-ാമത്തെ നാമം മനോന്മനി. മനസ്സിനെ ഉന്നമിപ്പിക്കുന്നവൾ, ഉയർത്തുന്നവൾ. യഥാർത്ഥത്തിൽ ആ ഒരു ഈശ്വരിയോട് അടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ ആ സങ്കുചിത മനോഭാവമൊക്കെ മാറി വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ കഴിയും. അതുപോലെ നമ്മളെ എല്ലാം കൊണ്ടും ശുദ്ധീകരിച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് മനോന്മനി എന്ന പേര് വന്നത്. അടുത്തത് 208-ാമത്തെ നാമം മാഹേശ്വരി. മഹേശ്വരൻ്റെ പത്നി മാഹേശ്വരി. ശക്തി സ്വരൂപിണിയായ ദേവിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മഹേശ്വരനാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം പറയുന്നത്. വൈഷ്ണവ സിദ്ധാന്ത പ്രകാരം നാരായണൻ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മഹേശ്വരൻ എന്ന് പറയുന്നത്. അടുത്തത് 209-ാമത്തെ നാമം മഹാദേവി. ഇവിടെ 2-3 തരത്തിലാണ് അർത്ഥം പറയുന്നത്. മഹത്തായ ദേഹത്തോടു കൂടിയവൾ എന്ന് പറയുന്നു. ഇനി മഹാദേവൻ്റെ പത്നി എന്ന രീതിയിലും മഹാദേവി എന്ന് പറയാം. അതുപോലെ ദേവിമാരിൽ വെച്ച് ശ്രേഷ്ഠയായതിനാലും മഹാദേവി എന്ന് പറയുന്നു. ഇനി 210-ാമത്തെ നാമം മഹാലക്ഷ്മി. മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ. ശൈവ സിദ്ധാന്ത പ്രകാരം ആ മഹേശ്വരൻ തന്നെയാണ് വിഷ്ണു രൂപത്തിലിരിക്കുന്നത്. അങ്ങനെ ആ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ മഹാലക്ഷ്മിയായി തീരുന്നതും ഇതേ ദേവി തന്നെ എന്നർത്ഥം. അടുത്തത് 211-ാമത്തെ നാമം മൃഡപ്രിയ. മൃഡൻ ശിവൻ. ശിവൻ്റെ സാത്വിക ഭാവമാണ് മൃഡൻ. അങ്ങനെ മൃഡന് പ്രിയയായിട്ടുള്ളവൾ മൃഡപ്രിയ എന്നർത്ഥം. അടുത്തത് 212-ാമത്തെ നാമം മഹാരൂപ. മഹത്തായ രൂപത്തോടു കൂടിയവൾ. ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് ദേവിയായിട്ട് ആണ്. ഒരു സ്ഥൂല രൂപം സ്വീകരിച്ചാൽ ആ മഹത്തായ രൂപമായിരിക്കുന്നതും ദേവി തന്നെയാണ് എന്നർത്ഥം. അടുത്തത് 213-ാമത്തെ നാമം മഹാപൂജ്യ. പൂജനീയരായവരിൽ സർവശ്രേഷ്ഠയായവൾ. കാരണം ത്രിമൂർത്തികളാൽ പോലും ആരാധിക്കപ്പെടുന്ന ദേവിയാണ്. അതുകൊണ്ട് മഹാപൂജ്യയാണ്. അടുത്തത് 214-ാമത്തെ നാമം മഹാപാതകനാശിനി. മഹാപാപങ്ങളെ പോലും എരിയിച്ചു കളയുന്നവൾ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മുടെ മനസ്സിൽ പ്രായശ്ചിത്തമുണ്ടെങ്കിൽ അത് നമ്മൾ ദേവിയോട് ഏറ്റുപറഞ്ഞാൽ അതുപോലും എരിയിച്ചു കളയുന്നവൾ എന്നർത്ഥം. അടുത്തത് 215-ാമത്തെ നാമം മഹാമായ. ബ്രഹ്മാദികളെപ്പോലും ആ മായാഭ്രമത്തിലാക്കുന്ന അത്രയും ശക്തിമത്തായ മായാസ്വരൂപിണിയാണ് മഹാമായ എന്നർത്ഥം. അടുത്തത് 216-ാമത്തെ നാമം മഹാസത്വ. മഹത്തായ സത്വത്തോടു കൂടിയവൾ.
സത്വമെന്നതിന് ബലം, ചൈതന്യം, ബുദ്ധി ഇങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ദേവി ഒരു രൂപം സ്വീകരിക്കുമ്പോൾ പൂർണ്ണ സത്വത്തോടു കൂടിയായിരിക്കും. അതുകൊണ്ടാണ് മഹാസത്വ ആയവൾ എന്ന് പറയുന്നത്. അടുത്തത് 217 നാമം. മഹാശക്തി, മഹത്തായ ശക്തിയോടുകൂടിയവൾ. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ അധീനയിലാക്കി ഭരിക്കാനും സംരക്ഷിക്കാനും സംഹരിക്കാനും എല്ലാറ്റിനും കഴിവുള്ള മഹാശക്തിയാണ് ദേവി. അടുത്തത് 218 നാമം. മഹാരഥി. ദേവി എന്നും ഒരു പരമാനന്ദത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ രതി എന്നതിന് ആനന്ദം എന്ന അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മഹത്തായ ആനന്ദത്തോടു കൂടിയവൾ എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ.